നമസ്കാരം. മെക്സെവിനെതിരായ പരാമർശം വിവാദമായതിന് പിന്നാലെ പുതിയ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ. മെക്സെവിനെതിരെ CPM വിമർശനം ഉന്നയിച്ചിട്ടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വസ്തുതകൾ വഴിതിരിച്ച് വിടരുതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. വ്യായാമമുറ ശീലിക്കുന്നത് രോഗമുക്തിക്ക് നല്ലതാണെന്നും അത് പ്രോത്സാഹിപ്പിക്കണമെന്നുകൂടി പി മോഹനൻ പിന്നീട് പറഞ്ഞു വയ്ക്കുന്നു. പൊതുവേദികളിൽ ജമാഅത്തെ ഇസ്ലാമി, സംഘപരിവാർ, പോപ്പുലർ ഫ്രണ്ട് എന്നിവർ നുഴഞ്ഞു കയറുന്നു. ഗൂഢ അജണ്ടയ്ക്ക് അത്തരം വേദികൾ ഉപയോഗിക്കുന്നുവെന്നും കുറ്റപ്പെടുത്തി. മതനിരപേക്ഷ ഉള്ളടക്കം തകർക്കാൻ ശ്രമം നടക്കുന്നു. ചിലയിടങ്ങളിൽ അത്തരക്കാർ പരിശ്രമം നടത്തുന്നതായാണ് സംശയം വരാൻ കാരണം. വ്യത്യസ്ത മതവിശ്വാസികൾ മതനിരപേക്ഷ മനസ്സുള്ളവരാണ്. അവരെ തങ്ങൾക്കൊപ്പം നിർത്താൻ വർഗീയ ശക്തികൾ ശ്രമം നടത്തും. ഏതെങ്കിലും മതത്തിനെ പരാമർശിച്ചിട്ടില്ലെന്നും എല്ലാ വർഗീയതയെയും ചെറുക്കുമെന്നും പി മോഹനൻ പറയുന്നു. മലബാറിൽ പ്രചാരം നേടിയ വ്യായാമ കൂട്ടായ്മയായ മെക്സെവനിൽ തീവ്രവാദ ശക്തികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം പി മോഹനൻ നടത്തിയ പ്രസ്താവന. CPM ജില്ലാ സെക്രട്ടറിയെ തള്ളി മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ കഴിഞ്ഞ ദിവസം രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അതേസമയം AP വിഭാഗം സമസ്തയുടെയും CPMന്റെയും നിലപാടുകളെ പൂർണ്ണമായും തള്ളുകയാണ് മെക്സെവൻ. എല്ലാ ജാതി മതസ്ഥരും കൂട്ടായ്മയുടെ ഭാഗമാണെന്നും മതപരമായ ഒന്നും കൂട്ടായ്മയിൽ ഇല്ലെന്നുമാണ് അവർ പറയുന്നത്. പക്ഷേ ഈ കൂട്ടായ്മക്കെതിരെ കേന്ദ്ര അന്വേഷണം വരുന്നു എന്ന് മനസ്സിലായതോടുകൂടി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ അടക്കം ആ പ്രസ്താവനയിൽ നിന്ന് പിന്മാറിയത് വലിയ രീതിയിൽ തന്നെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. കാരണം ആർക്കു വേണ്ടിയാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ മനം മാറ്റം അല്ലെങ്കിൽ നിലപാട് മാറ്റം എന്ന് അറിയേണ്ടതുണ്ട്. മെക്സെവന് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടെന്നാണ് ഭാരവാഹികൾ പറഞ്ഞത്. അത് എങ്ങനെയാണ് ഇത്തരമൊരു കൂട്ടായ്മയ്ക്ക് മുഹമ്മദ് റിയാസിന്റെ പിന്തുണ ലഭിക്കുന്നത് എന്നുള്ളത് മന്ത്രി മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യക്തമാക്കേണ്ട കാര്യമാണ്. ഇത്രയേറെ സംശയ നിഴലിലുള്ള ഒരു കൂട്ടായ്മയ്ക്ക് എന്ത് പിന്തുണയാണ് നൽകുന്നത്? പോപ്പുലർ ഫ്രണ്ട്, ജമാഅത്തെ ഇസ്ലാമി, തീവ്ര ലീഗ് നേതൃത്വത്തിലുള്ള മെക്സെവന് കവചമൊരുക്കുന്നത് എങ്ങനെയാണ് മുഹമ്മദ് റിയാസ് ആകുന്നത്? മുഖ്യമന്ത്രിയുടെ മരുമകന് എങ്ങനെയാണ് തീവ്രവാദികളുമായി ബന്ധം പുലർത്താൻ കഴിയുക? ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു വരുമ്പോൾ നിരോധിത സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയാണെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചിട്ടും ഇതിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ പി മോഹനൻ ഈ നിലപാട് മാറ്റിയത്? അതിനു പിന്നിൽ ഈ വർഗീയ ശക്തികളുടെ ഭീഷണിയുണ്ടോ, അല്ലെങ്കിൽ അവരുടെ വോട്ട് ബാങ്ക് നഷ്ടപ്പെടുമെന്ന് മനസ്സിലായത് കൊണ്ടാണോ? എന്തുകൊണ്ടാണ് എന്നുള്ളത് CPMന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ മറുപടി പറയേണ്ട കാര്യമാണ്. എന്തായാലും NIA അന്വേഷണം നേരിടുന്നതോടെ മലബാറിലെ ഈ പ്രഭാത വ്യായാമ കൂട്ടായ്മയ്ക്ക് അതിൽ നിന്ന് വ്യാപകമായ കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകുന്നുവെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഈ കൂട്ടായ്മയ്ക്ക് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും അജണ്ടകളാണെന്നാണ് CPM AP വിഭാഗം സുന്നികളും ഇതിനെതിരെ ശക്തമായി രംഗത്ത് വരികയും ചെയ്തതോടെയാണ് കൂട്ടായ്മയിൽ നിന്ന് വൻതോതിൽ കൊഴിഞ്ഞുപോക്കുണ്ടാകുന്നത്. ഇതിനായി രൂപീകരിച്ച വാട്സപ്പ് കൂട്ടായ്മകളിൽ നിന്നൊക്കെ ഇപ്പോൾ കൂട്ടത്തോടെ ആളുകൾ ലെഫ്റ്റ് അടിക്കുന്ന കാഴ്ചയാണുള്ളത്. മുമ്പ് 100 പേരെ വെച്ചൊക്കെ നടത്തിയ പ്രഭാത പരിപാടികളിൽ ഇപ്പോൾ 20 പേർ പോലും ഇല്ലാത്ത അവസ്ഥ. എന്നാൽ മെക്സെവൻ അത്തരത്തിലൊരു സംഘടനയല്ലെന്നും തങ്ങൾക്ക് യാതൊരുവിധ അജണ്ടകളും ഇല്ലെന്നും ജാതി മത ഭേദമന്യേ എല്ലാവർക്കും പങ്കെടുക്കാമെന്നുമൊക്കെ ഈ സംഘടനയുടെ ജില്ലാതല ഭാരവാഹികൾ ആവർത്തിക്കുന്നുണ്ട്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മതമൗലികവാദ സംഘടനകൾ ഹൈജാക്ക് ചെയ്ത് ഒരു ഹലാൽ വ്യായാമം എന്ന രീതിയിൽ ഈ എക്സസൈസിനെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. യോഗയിൽ ഹിന്ദുമതത്തിന്റെ പല ആത്മീയ ഘടകങ്ങളും വരുന്നതിനാൽ ഹറാമാണെന്നും അതിനാൽ ഇതിലേക്ക് വരണമെന്നും ഇവർ രഹസ്യമായി ക്യാമ്പയിൻ നടത്തുന്നതായി അനുഭവസ്ഥർ പറയുന്നുണ്ട്. മുമ്പൊക്കെ രാവിലെ മതപഠന ക്ലാസുകൾ എടുത്തുകൊണ്ടായിരുന്നു ജമാഅത്തെയും പോപ്പുലർ ഫ്രണ്ടുമൊക്കെ തങ്ങളുടെ സംഘടനയിലേക്ക് ആളെ കൂട്ടിയിരുന്നത്. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മതവിമർശനവും എക്സ് മുസ്ലിം മൂവ്മെന്റും വ്യാപകമായതോടെ മതപഠന ക്ലാസുകളിലേക്ക് പഴയതുപോലെ ആളുകളെ കിട്ടാതെയായി. അപ്പോൾ കണ്ടെത്തിയ മറ്റൊരു പോംവഴിയാണ് വ്യായാമ കൂട്ടായ്മ എന്നാണ് വിമർശനം. ഇതിനെതിരെ കേന്ദ്ര ഏജൻസികൾ പരിശോധനയിലാണ്. ഇതിനിടെയാണ് CPM നിലപാടിൽ മയം വരുത്തുകയും ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഇസ്ലാമിക ഭീകര സംഘടനയായ നാദാപുരം ഡിഫൻസ് ഫോഴ്സിന്റെ തുടക്കവും ഒരു വ്യായാമ കൂട്ടായ്മ രീതിയിലായിരുന്നു. പിന്നീട് ഇതിൽ നിന്ന് ചോരത്തിളപ്പുള്ളവരെ നോക്കി വെട്ടാനും കുത്താനും റിക്രൂട്ട് ചെയ്യുകയായിരുന്നു. ഇതേ അവസ്ഥ തന്നെ മെക്സവനും ഭാവിയിൽ വന്നു ചേരുമെന്നാണ് വിമർശകർ പറയുന്നത്. വ്യായാമത്തിലൂടെ രൂപപ്പെടുന്ന സൗഹൃദവും ബന്ധവും ചൂഷണം ചെയ്ത് മൗലികവാദ സംഘടനകൾ പുതിയൊരു നെറ്റ്വർക്ക് രൂപപ്പെടുത്തിയെടുക്കുമെന്നാണ് വിമർശനം. സ്ത്രീകളെ മാത്രം ലക്ഷ്യമിട്ട് വ്യായാമ കൂട്ടായ്മ ഒരുക്കാനും സംഘടനയ്ക്ക് പരിപാടിയുണ്ടായിരുന്നു.
മലബാർ മേഖലയിൽ മെക്സെവൻ പ്രവർത്തനം വ്യാപകമാകുന്നതായും പിന്നിൽ മതമൗലികവാദികളാണെന്നും CPM ആരോപിച്ചിരുന്നു. മെക്സെവന് പിന്നിൽ മതരാഷ്ട്രവാദികളെന്ന് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ പ്രതികരിച്ചിരുന്നു. ഇപ്പോഴതിൽ തിരുത്തു വരുത്തിയിരിക്കുകയാണ് P മോഹനൻ.